ആര്യന്റെ ജയിൽ നോമിനേഷനെ പറ്റി പറയാനാണ് വന്നിട്ടുള്ളത്. ആര്യൻ എന്ന വ്യക്തിയോട് എനിക്ക് ഭയങ്കര പുച്ഛം തോന്നാറുണ്ട്. ആര്യന്റെ ഇപ്പോഴത്തേക്ക് ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ കണ്ടപ്പോൾ ഒരു പഞ്ചാര കുട്ടൻ എന്നൊക്കെ എനിക്ക് ആദ്യം തോന്നിയിരുന്നു. ഈവൻ എന്തൊക്കെയോ ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് ഫീൽ ചെയ്തിരുന്നു കേട്ടോ. അനുവിനെയാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അതേപോലെ തന്നെ ഇവർ രണ്ടുപേരും നല്ല ഇൻറ്റിമേറ്റ് ആയി, നല്ല രീതിയിൽ രണ്ടും കൂടെ ഭയങ്കര ഇതാണ്, നല്ല ഇൻറ്റിമേറ്റ് ഒക്കെ തന്നെയാണ്. അനുവിന് അവനോട് വലിയ ഇഷ്ടവുമാണ്. പക്ഷെ അതിന് മറ്റൊരു തലം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. ആര്യൻ അങ്ങനെ ആരുടെയും കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ആളുമല്ല. ജിസേൽ നല്ലപോലെ കറക്കുന്നുണ്ട് ആളെ. ജിസേലിന്റെ ഉദ്ദേശ ലക്ഷ്യം അവിടെ നിന്ന് പഴയ്ക്കാൻ ഒരു സപ്പോർട്ടർ, അവനൊരു മണ്ടനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ജിസേൽ പെരുമാറുന്നത്. ആര്യയ്ക്ക് ഞാൻ മനസ്സിലായത് എന്താന്ന് പറഞ്ഞാൽ ജിസേല് തന്നിൽ ഒരു ക്രഷ് അടിച്ചിട്ടാണ് കൂടെ നിൽക്കുന്നതെന്ന്. ആര്യൻ നൂറയുടെ അടുത്തും പോകുന്നുണ്ട്, നൂറയ്ക്ക് ആര്യനോട് താല്പര്യമുണ്ട്. ഇത്രയാണ് എനിക്ക് ആര്യനെ ബേസ് ചെയ്ത് മനസ്സിലായത്. പക്ഷേ അനുമോളെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ ആര്യൻ പുറത്തു പോകാനാണ് ചാൻസ്. കാരണം സമൂഹം, പ്രത്യേകിച്ച് വ്യൂവേഴ്സ് എന്ന് പറയുന്ന ഒരു നിസ്സാരക്കാരല്ലല്ലോ, അവർ ശരിക്കും കാണുന്നുണ്ടല്ലോ. അനുമോൾക്ക് വേണ്ടിയിട്ടാണ് സപ്പോർട്ട് ചെയ്യണത്. ഒന്നാമത്തെ കാര്യം, ആര്യൻ ഇടയ്ക്കിടയ്ക്ക് ജാതി കാർഡ് ഇറക്കാറുണ്ട്. അപ്പോൾ ആ ലെവലിൽ അനുവിനോടൊരു സോഫ്റ്റ് കോർണർ അയാൾ കാണിക്കേണ്ടതാണ്. പക്ഷേ അവർ തമ്മിൽ ചേരാത്തെടുത്ത് ആര്യൻ മറ്റുള്ളവരുടെയൊക്കെ ഒരു ഇതിനകത്ത് വന്നിട്ട് നടത്തുന്ന പ്രശ്നമാണ്. അതേപോലെ അപ്പാനി ശരത്തും അക്ബർ, ആര്യൻ, ഈ മൂന്നെണ്ണം ഭയങ്കര ഡേഞ്ചറാണ്, ഭയങ്കര മോശപ്പെട്ട ക്യാരക്ടേഴ്സാണ്. അത് അതിനകത്ത് കാണിക്കുന്ന വൃത്തികേട് കൊണ്ട് മനസ്സിലാവും. ടാസ്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ചാനലിൽ വന്ന ഈ ഷോയോ ഒന്നിനെയും ബേസ് ചെയ്ത് പറയുന്നതല്ല. അവരുടെ ക്യാരക്ടർ ശരിക്കും സ്റ്റഡി ചെയ്യാൻ പറ്റും. ത്രീ ഓഫ് ദം വളരെ വളരെ മോശപ്പെട്ട ക്യാരക്ടറാണ്. അവരുടെ വീടുകളിൽ പോലും അവരങ്ങനെ ആയിരിക്കാനാണ് ചാൻസ്. വളരെ ക്രൂക്കഡാണ് ആര്യനെന്ന് ഞാൻ പറയും. അപ്പാനി ശരത്ത് താൻ എന്തോ മഹാസംഭവമാണെന്ന് തോന്നിയിട്ടുള്ള സർക്കസുകളാണ് കിടന്ന് കാണിക്കുന്നത്. ഒരു വ്യക്തിയെ അപമാനിക്കുന്നതിന് ഒരു കണക്കും കയ്യോ ഒക്കെ വേണ്ടായോ? അനുമോളിനെ ഇൻസൾട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ലെവലുണ്ടല്ലോ, ഭയങ്കര ബോറാണ്. അപ്പം ആര്യൻ്റെ കേസ് പറയുമ്പോൾ തന്നെ നമുക്ക് അക്കൂടെ പറയാൻ പറ്റുന്നത് ആദിലയുടേതാണ്. ആദില നൂറ കേസ് അനീഷിനെ പറ്റി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ അനീഷും ആര്യനും വെച്ച് നോക്കുമ്പം അനീഷ് ഫാർ ബെറ്ററാണ്. അനീഷിന് ഗെയിം അറിയാം, അനീഷ് നല്ല ക്യാരക്ടറാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിലെ ഈ വിഷയം ഞാൻ എടുക്കാനുള്ള കാരണം ജിസേലിൻ്റെ ഒരു കേസാണ്. ജിസേലിനെ മനുഷ്യത്വരഹിതമായ ഒരു വ്യക്തിയായിട്ടും അനുവിനെ മനുഷ്യത്വരഹിതമായ ഒരു വ്യക്തിയായിട്ടും മനുഷ്യത്വം തുള്ളിത്തുളുമ്പുന്ന ഒരു വ്യക്തിയായിട്ട് ജിസേലിനെയും ആര്യൻ അവതരിപ്പിക്കുകയാണ്. അവിടെയാണ് എനിക്ക് ആര്യൻ്റെ കൂടെ ഒബ്ജക്ഷൻ ഉള്ളത്. ജിസേലിൻ്റെ ഒരു ക്യാരക്ടർ ആ ഫുഡിനെ ബേസ് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ഒരു പ്രവൃത്തിയാണ് മറ്റൊരാൾക്ക് ആഹാരം നിഷേധിക്കുന്നത്. പ്രത്യേകിച്ച് ആഹാരത്തിന് വേണ്ടി ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്ന ഒരു സീസണാണ്. ആഹാരം വസ്ത്രമൊക്കെ പ്രശ്നമാണ്, ആഹാരമാണ് മെയിൻ. അത് നമുക്ക് കിട്ടുന്നില്ല. പരിപ്പും പയറും വെച്ച് എത്ര ദിവസം നിൽക്കും? അപ്പോൾ ഇച്ചിരി ഫുഡ് വരുമ്പോൾ ഫുഡിനോടൊരു ആക്രാന്തം എല്ലാവരും കാണിക്കും. ആ ഫുഡ് കൊടുക്കുന്നതിന് കണക്ക് പറയുകയും സ്റ്റുപ്പിഡ് ഇഡിയറ്റ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയും ദേഷ്യപ്പെടുകയും റോങ് ആയിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്ത ജിസേലാണ്. രേണു വിശന്ന് ഭ്രാന്ത് കയറി അടുക്കളയിൽ കിടന്ന് തപ്പാണ്, അരി വാരി തിന്നെയാണ് വിശപ്പ് ഇതായിട്ട്. അപ്പോൾ അവിടേക്ക് ചെന്നിട്ട് കേക്ക് കട്ട് ചെയ്ത് പിന്നെ അവൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പോലും അവൾക്കറിയില്ല അതിന് ആ മെൻറ്റാലിറ്റി ഇല്ലെന്ന് തോന്നുന്നു. പോയി ഫ്രിഡ്ജ് തുറന്നെടുത്ത് വെച്ച് കഴിക്കാനുള്ള മെൻറ്റാലിറ്റി ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് അനു. അങ്ങനെയുള്ള അത്രയും സോഫ്റ്റണായി ചെയ്യുന്ന അനുവിൻ്റെ കുറേ ക്യാരക്ടറുകൾ എടുത്തു വെച്ച് ആരും മോശം പറയുകയാണ്. അനു ആഹാരം കൊടുക്കാത്തവളല്ല. മോശപ്പെടുത്തണ്ട, കളയണ്ടല്ലോ, ഓവറായിട്ട് എടുത്തുകൊണ്ടുപോയി കളയണ്ടല്ലോ. ഇപ്പോൾ രേണ ഫാത്തിമ എടുക്കുന്ന ഫുഡ് അവളുടെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ വെച്ചിട്ട് ചെറുത് മതി, അത് കഴിച്ചിട്ട് മിച്ചം ഉണ്ടെങ്കിൽ തരാമല്ലോ. ഇല്ലല്ലോ, വിളമ്പി കൊടുക്കുന്നവനക്കല്ലേ ദണ്ണ അറിയും. ഇപ്പം നമ്മൾ പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു മീൻ പൊരിച്ചേ തരുള്ളൂ. അംഗങ്ങൾ കൂടുതലുണ്ടെങ്കിൽ ഒരു മീൻ പൊരിച്ചേ തരുമോ? നമുക്ക് കൊതിയുണ്ടാവും ഒന്നും കൂടെ കിട്ടാൻ. ചോദിച്ചാൽ തരുമോ? ഇല്ല, പൊയ്ക്കോന്ന് പറയും. അത് അവർക്ക് നമുക്ക് തരാൻ ഇഷ്ടമില്ലാണ്ടല്ലോ. പരിമിതമായ സംഗതികൾ വെച്ച് വിഭവം തയ്യാറാക്കുന്ന അമ്മമാർക്കേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാവുള്ളൂ. അവിടെ അടുക്കളയിലുള്ളത് അവളല്ലേ, അപ്പോൾ അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിനെ കുറ്റപ്പെടുത്തിയത് വളരെ മോശം. അവളെ തള്ളിയിടുമ്പോൾ അടുക്കളയാണ്, കത്തി ഉണ്ടാവാം, തലയിടിച്ച് വീഴാം, അപകടത്തിലാകാം, അങ്ങനെ എന്തെല്ലാം ആകാമായിരുന്ന ഒരു വലിയ സംഗതി ആ ജിസേൽ ചെയ്തിട്ടും അനു ചെയ്തതാണ് കുറ്റമെന്ന് പറയുന്നത് ബ്ലൈൻഡ് ആയതുകൊണ്ടാണ്. അത് മാത്രമല്ല, ജിസേൽ ചെയ്ത പ്രവർത്തികളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. കരഞ്ഞു കാണിക്കുന്നു, എന്നെ ഫിസിക്കൽ അസാൾട്ട് എന്ന് പറയുന്ന ചുണ്ടുകളിൽ ഒരു ടിഷ്യൂ വെച്ച് ഇങ്ങനെ ആക്കിയതാണോ ഫിസിക്കൽ അസാൾട്ട്? നെഞ്ചിലേക്ക് ആഞ്ഞു തള്ളി പുറകോട്ട് വെച്ചുപോയി വീണ് ചാവാതിരുന്നത് ഫിസിക്കൽ അസാൾട്ട് അല്ല അല്ലേ? അപ്പോൾ ഇതൊന്നും അവർക്ക് മനസ്സിലായിട്ടില്ല. അവരുടെ ഫൈറ്റിൽ അനുവിനെ തകർക്കണം എന്നൊരൊറ്റ ചിന്തയിൽ അനുവിനെതിരെ നിൽക്കുന്നത് കൊണ്ടാണ് ആര്യൻ അത് മനസ്സിലാവാത്തത്. ആര്യൻ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്, ആര്യൻ ഇടയ്ക്ക് സൂചിപ്പിക്കാൻ പോകുന്നുണ്ട്, ആര്യൻ ചേരിക്ക് അവിടെ ഡേർട്ടി പ്ലേ കളിക്കുന്നുണ്ട്. അക്ബറിന് ഭ്രാന്താണ്, ആളുകൾ ബൂസ്റ്റപ്പ് ചെയ്യുന്നു, നല്ലൊരു പ്ലെയറാണ്, ആ പ്ലേ കളിക്കാൻ അറിയാതെ ഇവർക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഉള്ള ക്രെഡിബിലിറ്റി കൂടെ നശിപ്പിക്കുന്ന അക്ബറിനെയാണ് നമ്മൾ കാണുന്നത്. ആകെ മൊത്തത്തിൽ ജഗപുക.
അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ആര്യൻ എന്ന വ്യക്തിയുടെ കള്ളത്തരങ്ങൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പുള്ളിക്കാരനിക്ക് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ലാൽ പറഞ്ഞു കൊടുത്താൽ ശരി, ലാലേട്ടൻ വരുമ്പോൾ കൃത്യമായി മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അറിയത്തില്ല, ട്വിസ്റ്റുകൾ വിൽ ഹാപ്പൻ. കാരണം ഇത് പണി കൊടുക്കുന്ന ഒരു സീസണാണല്ലോ, 7ൻ്റെ പണി. എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ, 7ൻ്റെ പണി. ബിക്കോസ് സാധാരണ ഞാൻ കാണാറില്ല, അങ്ങനെ ഒരു താല്പര്യത്തോട് പോകാറില്ല. പക്ഷെ ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഇപ്പം നല്ല രസമുണ്ട്. കാരണം അതിനകത്തുള്ള എല്ലാണത്തിനും ബോധം പോയേക്കുന്നു. ഒറ്റ മനസ്സിലാവുന്നത് അതൊരു ഷോയാണെന്ന്. എല്ലാം റിയാലിറ്റി എന്ന് പറഞ്ഞാൽ കിടന്ന് തകർക്കുന്നുണ്ട്. ആകെ മൊത്തത്തിൽ ബോധം പോയ കുറേ എണ്ണവും നമ്മളും. ഗെയിം എന്താണെന്ന് അറിയാത്ത ഗെയിമറും ഗെയിം അറിയുന്ന കുറേ മന്ദബുദ്ധികളും. ആകെ മൊത്തം കൊള്ളാം കേട്ടോ, നല്ല രസമാണ്. ശരി, എന്നാൽ വീണ്ടും കാണാം.